പ്ലസ് ടു മാത്സിലെ ഇൻറ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ നമ്മൾ നോർമൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? എക്സസൈസ് 7.2-ൽ 22 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻറ്റഗ്രൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ 6² ഇൻറ്റു 7 - 4x അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യണം, ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ടി എന്നുള്ള ആൾ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ, ട്രിഗണോമെട്രി വരുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇനി ഒന്നും നോക്കണ്ട, ആ 7 - 4x എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ടി എന്നുള്ളത് കൊടുക്കുക. അതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ വരും? ടി ഈക്വൽ ടു 7 - 4x. ടി ഈക്വൽ ടു 7 - 4x ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt/dx ഈക്വൽ ടു 7ൽ ഡിഫറൻഷ്യേറ്റ് ഡെറിവേറ്റീവ് 0 ആണ്. -4x-നെ -4 കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -4 എന്ന് മാത്രം തന്നെ കിട്ടും. ഓക്കെ, ഇനി ഡി എക്സിൻ്റെ ടേമിൽ എഴുതി കഴിഞ്ഞാൽ dx ഈക്വൽ ടു -dt/4 എന്നുള്ളൊരു ടേമിൽ വരും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? നമ്മൾ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ sec² 7 - 4x-നെ നമുക്ക് ഇനി ഏത് ഫോമിലേക്ക് മാറ്റി എഴുതാം? ഇൻ്റഗ്രൽ sec² 7 - 4x-നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്, ടി എന്നുള്ള കൊടുത്ത്. അപ്പോൾ 6² ഇൻറ്റു ഡി എക്സിനെ റീപ്ലേസ് ചെയ്യുക, ഇൻറ്റു എന്ത് വരും? -dt/4 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ ഒരു -1/4 അതിൻ്റെ ഉള്ളിലുണ്ട് അല്ലേ? ആ -1/4നെ പുറത്ത് കൊണ്ടുവരാം. -1/4 ഇൻ്റഗ്രൽ sec² dt എന്നായി. ഇനി നമുക്കറിയാം എന്താണ് sec² sec² സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽ എന്താണ്? അത് tan സംതിങ് ആണ്, അല്ലെങ്കിൽ tan തീറ്റയാണ് അല്ലേ? അപ്പോൾ -1/4 ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തീറ്റ എന്നുള്ളതിന് പകരം ടി ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? tan t എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് 7 - 4x ആണ്. അപ്പോൾ അതിനെ ഇതിലേക്ക് മാറ്റി എഴുതുമ്പോൾ -1/4 ഇൻറ്റു tan 7 - 4x പ്ലസ് സി, ഇവിടെ പ്ലസ് സി ഇടാൻ മറന്നു അല്ലേ? പ്ലസ് സി. ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണ്ടത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ ആണല്ലോ? ഇൻറ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളെ രണ്ടാമത്തെ കാറ്റഗറിയിൽ നോർമൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 7.2-ൽ 30ാമത്തെ ക്വസ്റ്റ്യൻ, 30th ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ ഫംഗ്ഷൻ? ഈ ഒരു ഫംഗ്ഷൻ അടിപൊളി ഫംഗ്ഷൻ അല്ലേ? sin x ബൈ 1 + cos x dx. ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? 1 + cos x-ന് എന്ത് കൊടുക്കുക? ടി എന്നുള്ള അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 + cos x ഈക്വൽ ടു ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് അതാണ് അല്ലേ? 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. cos x-ൻ്റെ ഡെറിവേറ്റീവ് എന്താ? cos x-ൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ -sin x ആണ്. sin x-ൻ്റെ ഡെറിവേറ്റീവോ +cos x ആണ്. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അപ്പോൾ cos x-ന് ഞാൻ -sin x എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ 1ന് എന്ത് ചെയ്ത്? 1ന് 0, കോൺസ്റ്റൻറ്റ് 0 ആണ്. ഈ ടി എന്നുള്ള ആളെ വിത്ത് റെസ്പെക്റ്റിൽ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt/dx എന്ന് വരും. dx ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? -dt/sin x എന്ന ഫോമിലേക്ക് എഴുതി വെക്കും. ഓക്കെ, ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ sin x ഡിവൈഡഡ് ബൈ 1 + cos x dx ഈക്വൽ ടു sin x-ന് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, അത് അതേപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇൻ്റഗ്രൽ sin x അങ്ങനെ തന്നെ എഴുതി. 1 + cos x-നാണ് നമ്മൾ ആര് കൊടുത്തത്? ടി എന്നുള്ള ആൾ കൊടുത്തില്ലേ? അപ്പോൾ ടി ഇൻറ്റു ഡി എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? -dt/sin x. ഈ മൈനസ് ഇവിടെ വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലേ? അതെന്താണ്? -1 ആണ് അല്ലേ? -1 ആണ്. 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ആ -1നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേഷൻ്റെ പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ -1 ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കി. ഈ sin x എന്തായി? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ആര് മാത്രമേ ഉള്ളൂ? 1/t dt. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് 1/x എന്താണ്? log x ആണ് അല്ലേ? അപ്പോൾ -1 ഇൻറ്റു 1/t എന്ന് വരുമ്പോൾ log മോഡുലസ് ഓഫ് t എന്ന് വരും പ്ലസ് സി. ഓക്കെ, -1 ടി മാറ്റി എഴുതുക. ടി നമ്മൾ ആര് കൊടുത്ത്? 1 + cos x-ന്. അപ്പോൾ എന്ത് വരും? -log മോഡുലസ് ഓഫ് 1 + cos x പ്ലസ് സി എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇതിൻ്റെ ആൻസർ.
ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിൽ ചെറിയ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് വരുന്ന സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. എക്സസൈസ് 7.2 26th ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ നോക്കടാ, കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ്, വല്ലാത്തൊരു ഫംഗ്ഷൻ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? ഒരു സംശയവും വേണ്ട, റൂട്ട് എക്സിന് ടി എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് ഈക്വൽ ടു ടി, ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇത് ഡി എക്സ് ഈക്വൽ ടു ടേമിൽ എഴുതിയാൽ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? 2 റൂട്ട് എക്സ് ഡി ടി എന്ന് വരും. നമുക്കറിയാം ഈ റൂട്ട് എക്സിന് നമുക്ക് ഇവിടെ എന്ത് തന്നെ കൊടുക്കുക? ടി എന്ന് തന്നെ കൊടുക്കുക. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു എന്ത്? 2t ഇൻറ്റു ഡി ടി എന്നുള്ള ഫോമിൽ വരും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി വന്നാൽ ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ കോസ് ടി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ഡി എക്സിനെ നമുക്ക് മാറ്റി എഴുതാം. എന്ത്? 2t ഇൻറ്റു ഡി ടി. ടിയും ടിയും ക്യാൻസൽ ചെയ്തു. അവിടെ 2 കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നത് 2 ഇൻ്റഗ്രേഷന് പുറത്ത് കൊണ്ടുവരും. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് ടി ഡി ടി. നമുക്കറിയാം ഇൻ്റഗ്രൽ കോസ് ടി എന്താ? ഇൻ്റഗ്രൽ കോസ് ടി പറഞ്ഞാൽ പ്ലസ് സൈൻ ടി ആണ് അല്ലേ? ഇൻ്റഗ്രൽ കോസ് ടി പറഞ്ഞാൽ പ്ലസ് സൈൻ ടി ആണ്. അപ്പോൾ 2 ഇൻറ്റു സൈൻ ടി പ്ലസ് സി എന്ന് വരും. എന്താണ് നമ്മൾ ടീനെ കൊടുത്തത്? റൂട്ടാണ് അല്ലേ? അപ്പോൾ 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. ഇതാണ് നമുക്ക് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് തലവേദന ഒന്നുമില്ല, ചെറിയ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ്. കൂടുതൽ ഐഡൻറ്റിറ്റീസ് ഒന്നും അപ്ലൈ ചെയ്യാനായിട്ടില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയ സംഭവമാണ്. പക്ഷേ ആകെ 2 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ആളെ തീർക്കാം. എന്താണ് നമ്മൾ എക്സസൈസ് 7.2 24th ക്വസ്റ്റ്യൻ. ഈ ഒരു ഫംഗ്ഷൻ വല്ലാത്ത ജാതി ഫംഗ്ഷൻ എന്താണ്? ഇൻ്റഗ്രൽ 2 cos x മൈനസ് 3 sin x ഓൾ ഡിവൈഡഡ് ബൈ 6 cos x പ്ലസ് 4 sin x. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളിത് എക്സാമിന് പലപ്പോഴും സ്കിപ്പ് ചെയ്ത് കളയില്ല. ട്രിഗണോമെട്രിയാണ്, ഐഡൻറ്റിറ്റി പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു സെക്കൻഡ്സിൽ നമുക്ക് എന്ത് ചെയ്യുക? ചെയ്ത് തീർക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ? ഇവിടെ ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, ഒന്നും നോക്കണ്ട, നമ്മൾ ഡിനോമിനേറ്ററിൽ 6 cos x പ്ലസ് 4 sin x ടി എന്നുള്ളത് കൊടുക്കുക. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് വരും? 6 cos x പ്ലസ് 4 sin x ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമുക്കറിയാം cos x ഡെറിവേറ്റീവ് പറഞ്ഞാൽ മൈനസ് sin x ആണ്. sin x ഡെറിവേറ്റീവോ cos x ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 6 കോൺസ്റ്റൻ്റ് ആണ്, 6 sin x അതിൻ്റെ ഡെറിവേറ്റീവ് വരും, പ്ലസ് 4 sin x 4 കോൺസ്റ്റൻ്റ് ആണ്, sin x എന്ത് വരും? പ്ലസ് cos x ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്ന് വരും. ഡി എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഡി ടി ഡിവൈഡഡ് ബൈ മൈനസ് ഡി ടി. ഓക്കെ, മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ 6 sin x. നമുക്കതിനെ 6 sin x രണ്ടാമത്തെ ടേം ആക്കി എഴുതാം. അപ്പോൾ നമുക്കൊന്നും കൂടി ഈസി ആവും മൈനസിനെ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അതായത് 4 cos x ആദ്യം എഴുതാം. 4 cos x മൈനസ് 6 sin x. അതെങ്ങനെ മനസ്സിലായി? നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കിയപ്പോഴേ ഈ 4 cos x ഒന്നും 6 sin x ഒന്നും ഒരു 2നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിലുള്ള ന്യൂമറേറ്റർ ആയിട്ട് മാറും. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ആ ടേമിൽ അതേപോലെ എഴുതാന്നുള്ളത്. അപ്പോൾ ഡി എക്സിനെ അവിടെ വെച്ചു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ്റഗ്രൽ 2 cos x മൈനസ് 3 sin x ഡിവൈഡഡ് ബൈ 6 cos x പ്ലസ് 4 sin x ഡി എക്സ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് തന്നെയാണ്? 2 cos x മൈനസ് 3 sin x എന്ന് തന്നെയാണ്. ഡിനോമിനേറ്ററിൽ ആ ടേമിനാണ് 6 cos x പ്ലസ് 4 sin x നമ്മൾ ടി എന്നുള്ള ആളെ കൊടുത്ത് അവിടെ ടി എന്ന് തന്നെ ഇടാം. ഇൻറ്റു ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ടി ഡിവൈഡഡ് ബൈ 4 cos x മൈനസ് 6 sin x. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഈ cos x ന്യൂമറേറ്ററിലുള്ള cos x മൈനസ് 3 sin x എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പോൾ അതിന് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ആ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 4ന് 6ലും എന്തുണ്ട്?
ഒരു 2 കോമൺ ആണല്ലേ. അപ്പോൾ നമുക്കതിന് 2ൽ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് പോകും. അതായത് 2ന്ന് 4ന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ 2 ഉണ്ടാവും, 2 കോസ് എക്സ്, ഇവിടെ എന്തുണ്ടാവും 3 സൈൻ എക്സ് ഉണ്ടാവും. ഇതേ ആളന്നെ അല്ലേ അവിടെ മുകളിലുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേമിനെ അവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ട്രിഗണോമെട്രിൻ്റെ ശല്യം കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ആരുള്ളത്, ഒരു 1/2 ഉണ്ടല്ലേ. 1/2 നമുക്ക് കോൺസ്റ്റൻറ്റ് പുറത്ത് കൊണ്ടുവന്നു. ഇൻ്റഗ്രൽ 1/t. ഓഹ്, ഇത്ര സിമ്പിളായിരുന്നു ഇത്. ഇനി ഈ ടി എന്നുള്ള ആള് അല്ലേ, 1/tൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോഗ് മോഡുലസ് ഓഫ് ടി ആണ്. അപ്പോൾ 1/2 എന്ത് വരും, ലോഗ് മോഡുലസ് ഓഫ് ടി പ്ലസ് സി എന്ന് വരും. നമുക്കൊന്നും കൂടി ഒന്ന് ചുരുക്കായിട്ട് എഴുതി കഴിഞ്ഞാൽ 1/2 ലോഗ് ചുരുക്കം എഴുതി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ടീനെ അങ്ങോട്ട് മാറ്റുക. ടി അവിടെ നമ്മൾ ആരാ കൊടുത്തത്, 6 കോസ് എക്സ് പ്ലസ് 4 സൈൻ എക്സ് പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 7.2 എക്സൈസ് 7.2ൽ 29th ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ, എന്താ, കോട്ടെക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്, ലോഗ് സംതിങ് അല്ലേ, കോട്ടെക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. പെട്ടെന്ന് നമ്മളിത് കാണുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആണോ എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാണ്, ഇത് സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള സിമ്പിളായിട്ട് 2-3 സ്റ്റെപ്പിൽ തീർക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. എങ്ങനെ, ഇൻ്റഗ്രൽ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആർക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ലോഗ് സംതിങ്ങിന് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ലോഗ് സൈൻ എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം. നമുക്കറിയാം ചെയിൻ റൂളിൽ ഡിഫറൻഷ്യേറ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ ലോഗ് സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/something ആണ് അല്ലേ. 1/sin x ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്, പ്ലസ് കോസ് എക്സ് ആണ്, ഈക്വൽ ടു ടീന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ dt/dx എന്ന് വരും. ഇനി നമുക്കറിയാം ഇവിടെ കോസ് എക്സ് ബൈ സൈൻ എക്സ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താണെന്നുള്ളത് നമുക്കറിയാം, എന്താണ്, കോട്ടെക്സ്. അപ്പോൾ കോട്ടെക്സ് ഈക്വൽ ടു dt/dx എന്ന് വരും. ഇതിവിടെ നമ്മൾ dx ഈക്വൽ ടു എന്ത് കൊടുക്കുക, dt/കോട്ടെക്സ് എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ ഇൻ്റഗ്രൽ കോട്ടെക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോട്ടെക്സിന് നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല, അവിടെ തന്നെ നിൽക്കട്ടെ. അതേപോലെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ആൾ വരുന്നുണ്ട് അല്ലേ. ലോഗ് സൈൻ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുത്തു. അപ്പോൾ കോട്ടെക്സ് ഇൻറ്റു ടി ഇൻറ്റു ഡി എക്സിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് കൊടുക്കുക, dt/കോട്ടെക്സ് എന്ന് കൊടുത്തു. ഈ കോട്ടെക്സും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇനി അവിടെ ആര് മാത്രമേ ഉള്ളൂ, ടി ഇൻറ്റു ഡി ടി ആളെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ t²/2 എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ t² പ്ലസ് സി. ഇനി നമുക്കറിയാം ടി ആരാണ്, ലോഗ് സൈൻ എക്സ് ആണ്. അപ്പോൾ ലോഗ് സൈൻ എക്സ് (2/2 പ്ലസ് സി). ഇതാണ് ആൻസർ. +2 മാത്സിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളെ രണ്ടാമത്തെ കാറ്റഗറിയിലെ അതിൽ നോർമൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. നമ്മൾ എക്സൈസ് 7.2ൽ 27th ക്വസ്റ്റ്യൻ എന്താണ്, വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, റൂട്ട് ഓഫ് സൈൻ 2x, ഈ ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് സൈൻ 2x ഇൻറ്റു കോസ് 2x, കോസ് 2x റൂട്ടിന് പുറത്താണ് അല്ലേ, കോസ് 2x dx, ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഇതിൽ ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ പഠിക്കാനുണ്ട്, യു വി. അപ്പോൾ യു വിയിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, സൈൻ 2xന് കൊടുക്കണോ കോസ് 2xന് കൊടുക്കണോ. നമുക്കറിയാം രണ്ടാളുടെയും ഡെറിവേറ്റീവ് പരസ്പരം ഇവിടെ ഉണ്ട്, പക്ഷേ ഒരാൾക്ക് ചിലപ്പോൾ മൈനസിൻ്റെ കേസ് വരും. അപ്പോൾ നമുക്കത് ഒഴിവാക്കിയിട്ട് സൈൻ 2xന് സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 2 cos 2x ആണ് അല്ലേ. 2xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ 2 അഡീഷണൽ വരും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ടി എന്നുള്ളത് ആർക്ക് കൊടുക്കാം, സൈൻ 2xന് കൊടുക്കാം. വേർ ടി ഈക്വൽ ടു സൈൻ 2x. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dt/dx ഈക്വൽ ടു 2 cos 2x. എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 2 cos 2x എന്നുള്ള ഫോമിൽ വന്ന് നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് d/dx ഓഫ് സൈൻ 2x, അതായത് സൈൻ സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് സംതിങ് ആണല്ലേ. അപ്പോൾ കോസ് 2x ഇൻറ്റു 2xനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതായത് d/dx ഓഫ് 2x. എന്താ 2xൻ്റെ ഡെറിവേറ്റീവ്, എക്സ് പോകില്ലേ, അപ്പോൾ 2 മാത്രം. അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം,
2 cos 2x എന്ന് എഴുതാം. ഈ 2 cos 2x ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെ ഡി എക്സിൻ്റെ ഫോമിലേക്ക് വരുമ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? വേർ ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ 2 cos 2x എന്ന് മാത്രമായിട്ട് വന്നു. ഓക്കെ ആണല്ലോ? ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് സൈൻ 2x ഇൻറ്റു കോസ് 2x ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ സൈൻ 2x നമ്മൾ ടി എന്നുള്ള ആൾ കൊടുത്തത് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ടി ഇൻറ്റു കോസ് 2x ഒന്നും ചെയ്യാനില്ല, അതേപോലെ തന്നെ എഴുതാം കോസ് 2x ഇൻറ്റു ഡി എക്സിന് ആരാ കൊടുത്തത്? ഡി എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? ഡി ടി ബൈ 2 cos 2x അല്ലേ? അതിനെ ആളെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഡി ടി ഡിവൈഡഡ് ബൈ 2 cos 2x. ഇനി നോക്കുക, ഈ cos 2x ഈ cos 2x ക്യാൻസൽ ചെയ്ത് പോയി. ഇനി അവിടെ ആര് മാത്രമേ ഉള്ളത്? റൂട്ട് ഓഫ് ടി ഉണ്ട്, പിന്നെ ഒരു 1/2 ഉണ്ട്. ആ 1/2 കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇനി നമുക്കറിയാം റൂട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ, റൂട്ട് ഓഫ് സംതിങ്ങിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, വേറെ മുഖമുണ്ട് അല്ലേ? റൂട്ട് ഓഫ് ടീനെ നമുക്ക് എന്ത് ചെയ്താൽ ടി റേസ് ടു 1/2 നമ്മൾ ഒരുപാട് പ്രോബ്ലംസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഈ ടി റേസ് ടു 1/2 നമുക്ക് എന്ത് ചെയ്യുക? ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കൊടുത്തു? 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ടി റേസ് ടു 1/2 ഡി ടി എന്ന് കൊടുത്തു. എന്താണ് എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻറ്റഗ്രലിൽ നമുക്ക് എഴുതാം? എക്സ് റേസ് ടു എന്നിന് ഇൻറ്റഗ്രലിൽ എങ്ങനെ? എക്സ് റേസ് ടു n + 1 ഡിവൈഡഡ് ബൈ n + 1 എന്ന് വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിൽ വരുമ്പോൾ 1/2 ഇൻറ്റു ടി റേസ് ടു 1/2 കൂടെ ഒരു +1 കൂടി, അപ്പോൾ ടി റേസ് ടു 1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 + c. 1/2 + 1 എന്ന് പറയുമ്പോൾ 3/2 ആണ് വരിക അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു ടി റേസ് ടു 3/2 ഓൾ ഡിവൈഡഡ് ബൈ 3/2. ഈ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള 3/2 നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ 1/2 അവിടെ ഉള്ള ആളാണ്, അപ്പോൾ നേരെ റെസിപ്രോക്കലായിട്ട് വരും അല്ലേ? 2/3 ഇൻറ്റു ടി റേസ് ടു 3/2 + c എന്ന് വരും. ഓക്കെ, ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇനി ആരാ ഉള്ളത്? 1/3. ടി നമ്മൾ ആരാ കൊടുത്തത്? സൈൻ 2x കൊടുത്തത്. അപ്പോൾ സൈൻ 2x ഓൾ റേസ് ടു 3/2 + c എന്നായി ആൻസർ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ് ക്വസ്റ്റ്യൻ? എക്സസൈസ് 7.2-ൽ 21st ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ ഉണ്ട് 2x - 3 dx. ഓക്കെ, ഇവിടെ ടാൻ സ്ക്വയർ ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ടാൻ സ്ക്വയർ തീറ്റ നമ്മൾ ആദ്യം നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയിലേക്ക് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടതുണ്ട്. നമുക്കറിയാം ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് സ്ക്വയർ എക്സ് -1 ആണല്ലോ. ഓക്കെ, സീക്ക് സ്ക്വയർ എക്സ് -1 ആണല്ലോ. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ തീറ്റനെ സീക്ക് സ്ക്വയർ 2x - 3 -1 എന്ന് വരും. ഓക്കെ, 1 dx. ഇനി ഇവിടെ രണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 2x - 3 dx എന്നുള്ള ടേമും മൈനസ് ഇൻ്റഗ്രൽ 1 dx എന്നുള്ള രണ്ടാമത്തെ ടേം. നമുക്കറിയാം ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ അവിടെ x ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 2x - 3 dx മൈനസ് എക്സ് പ്ലസ് C1 എന്ന് കൊടുക്കാം. കാരണം ഇത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഇനി ഇയാളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഒന്നിങ്ങോട്ട് അടർത്തി എടുക്കുക. അയാൾക്ക് ഞാൻ ഒരു പേരും കൊടുത്തു, I1 അവിടെ കിടക്കട്ടെ. മറ്റേ ആൾ I2 സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ച് ചെയ്തു. അവിടെ നമ്മൾ കോൺസ്റ്റൻറ്റ് C1 എന്നുള്ള ടേം കൊടുത്തു. ഇനി ഈ I1 മാത്രം ഞാൻ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 2x - 3 dx. ഇനി ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആർക്കാണ്? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് 2x - 3ക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ 2x - 3 = t. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x-ൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്.
-3ൻ്റെ എന്താണ് 0 ആണ്. 2 ഈക്വൽ ടു dt/dx എന്ന് വരും. വേർ dx ഈക്വൽ ടു 1/2 dt എന്നുള്ള ഫോമിലേക്ക് എത്തി. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇൻ്റഗ്രൽ sec² 2x - 3 dx എന്നുള്ള ആളെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ sec² ഒരു മാറ്റമില്ല. sec² 2x - 3ക്ക് എന്ത് കൊടുക്കുക? t എന്ന് കൊടുക്കുക. ഇൻറ്റു dxന് നമുക്ക് എന്ത് കൊടുക്കുക? dt/2 അല്ലെ, അല്ലെങ്കിൽ 1/2 dt എന്ന് കൊടുക്കുക. അവിടെ 1/2 എന്നുള്ള ആള് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ 1/2നെ ഇൻ്റഗ്രലിൻ്റെ പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ sec² t dt. നമുക്കറിയാം ഇൻ്റഗ്രൽ sec² x എന്താ? ഇൻ്റഗ്രൽ sec² x പറഞ്ഞാൽ tan x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1/2 ഇൻറ്റു tan t നമ്മൾ ആരെ കൊടുത്തത്? t എന്നുള്ള ആളെ നമ്മൾ കൊടുത്തത് 2x + 2x - 3 കാണല്ലേ. അപ്പോൾ tan 2x - 3 പ്ലസ് c2 ഇതാണ് നമ്മളെ I1 ആയിട്ട് വരുന്നത്. ഇനി നമ്മളെ ടോട്ടൽ ഇൻ്റഗ്രേഷൻ, നമ്മളെ വലിയ ഫംഗ്ഷൻ വേർ i ഈക്വൽ ടു അല്ലേ, i ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? I1 - x + e അതല്ലേ. നമുക്ക് i ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? i ഈക്വൽ ടു I1 മൈനസ് ഫസ്റ്റത്തെ ആളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് x അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്ത് വരും? അവിടെ ഒരു c1 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 അല്ലെങ്കിൽ tan 2x - 3 all divided by 2 പ്ലസ് c2 മൈനസ് x പ്ലസ് c1. എന്തൊക്കെയാണ് ഇവിടെ c1 c2 എന്നൊക്കെ പറഞ്ഞാൽ ആകെ കൊണ്ട് കോൺസ്റ്റൻറ്റിൻ്റെ കളിയാണല്ലോ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. c1 c2 c3 ആരാച്ച വന്നോട്ടെ, നമുക്ക് എന്ത് എഴുതാം? 1/2 tan 2x - 3 മൈനസ് x പ്ലസ് c എന്ന് എഴുതാം. അതെന്താ അങ്ങനെ എഴുതിയത്? c1 + c2 എന്ന് എഴുതണ്ടേ? അതിൻ്റെ ആവശ്യമില്ല. c1 + c2 കോൺസ്റ്റൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആന ഇറങ്ങി വരുന്നില്ലല്ലോ. അവിടെ എന്തെന്നെ വരിക? കോൺസ്റ്റൻ്റ് തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾക്ക് അതിനെ പൊതുവായിട്ടൊരു കോൺസ്റ്റൻറ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇൻ്റഗ്രേഷൻ ഡെപ്തിൽ പോകുമ്പോൾ c1 c2 c3 വരെ വരാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ കോൺസ്റ്റൻറ്റിനെ കോമൺ ആയിട്ട് ഒരു സിയിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, 1/2 tan 2x - 3 മൈനസ് x പ്ലസ് c. ഓക്കെ, ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ അടുത്ത ഒരു അടിപൊളി ക്വസ്റ്റ്യൻ, നോർമൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ എക്സസൈസ് 7.2-ൽ 25th ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇൻ്റഗ്രൽ 1/cos² x ബ്രാക്കറ്റിൽ 1 - tan x (² എന്നുള്ള അല്ലേ. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കാറ്റഗറിയിലാണ് നമ്മൾ ഈ നോർമൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ള ആളെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും പൊതുവേ ഇൻ്റഗ്രേഷൻ്റെ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ tan x cos x ആണ്. tan x cos x പ്രഥമ ദൃഷ്ടിയ ഇവർ തമ്മിൽ പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ലെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ്. ടാനിന്ന് നമുക്ക് എവിടേക്ക് ചാടാം? സീക്കിലേക്ക് ചാടാം. സീക്കും കോസും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? 1 - tan x നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആർക്ക്? 1 - tan x. അപ്പോൾ വേർ t ഈക്വൽ ടു 1 - tan x. 1 - tan x t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ dt/dx ഈക്വൽ ടു എന്ത് വരും? 1 അല്ലേ. 1നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പിന്നെ എങ്ങനെ 1 വരിക അല്ലേ? 0 - ഓക്കെ, tan x ഡെറിവേറ്റീവ് എന്താണ്? sec² x. tan x ഡെറിവേറ്റീവ് sec² x. എന്തൊക്കെയാണ് എഴുതുന്നത്? tan x ഡെറിവേറ്റീവ് sec² x. ഓക്കെ ആണല്ലോ. dx ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ dxനെ നമ്മൾ റൈറ്റ് സൈഡ് കൊണ്ടുപോയി. അപ്പോൾ എന്ത് ചെയ്തു? -sec² x താഴെ കൊണ്ടുവന്നാൽ dt/sec² x എന്ന് വരും. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ നമ്മൾ ചെയ്തത്? ഈ dxനെ നേരെ റൈറ്റ് സൈഡ് കൊണ്ടുപോയി. 0ൻ്റെ ആവശ്യമൊന്നുമില്ല. -sec² x ഡിനോമിനേറ്റർ കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ എന്തായി? -sec² ഡിനോമിനേറ്ററിൽ വന്നു. ഓക്കെ, അപ്പോൾ dx ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? -dt/sec² x എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ക്വസ്റ്റ്യനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ
1/cos square x മൈനസ് 1 മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ ആണ് ഡി എക്സ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടെ 1/cos square x നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നുമില്ല. അവിടെ നിൽക്കട്ടെ, ആളവിടെ നിൽക്കട്ടെ. നമുക്ക് കട്ടിങ്ങിന് ആൾ വരും. 1/cos square x അവിടെ നിൽക്കട്ടെ. 1 മൈനസ് ടാൻ എക്സിനെയാണ് നമ്മൾ ആര് കൊടുത്തത്? ടി എന്നുള്ള ആൾ കൊടുത്തത്. ഇൻറ്റു ടി ഇൻറ്റു ഡി എക്സിനെ നമുക്ക് ഇനി എന്ത് എഴുതാം? മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ 6 square x എന്ന് എഴുതാം. ഈ സീക്കിന്ന് കോസിലേക്ക് ചാടാനുള്ള കണക്ഷൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? എന്താണ്? നമ്മൾ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/സീക്കാണ്, 1/sec x ആണ്. അപ്പോൾ നമുക്ക് sec x എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 1/cos എന്ന് എഴുതാം. അപ്പോൾ ഈക്വൽ ടു നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഇനി എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 1/cos square x ഇൻറ്റു ടി ഇൻറ്റു മൈനസ് ഡി ടി ബൈ 6 square x-നെ 1/cos square x എന്ന് കൊടുക്കാം. 1/cos square x. ഓക്കെ, ഈ 1/cos square x-നെ നമുക്ക് അവിടെ അങ്ങനെ നിർത്തിയാൽ പോരാ. ആളെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/cos square x ഇൻറ്റു ടി ഇൻറ്റു ഈ 1/cos square x-നെ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? cos square x മേലിൽ വരും. അപ്പോൾ മൈനസ് cos square x ഡി ടി എന്ന് വരും, ഓൾ ഡിവൈഡഡ് ബൈ 1. ഈ cos square x-ഉം ഈ cos square x-ഉം ഇതിലാണ് നമ്മൾ ഇത്രയും വളഞ്ഞു മൂക്കുടിച്ച് വന്നത്. ഓക്കെ ആണല്ലോ? cos square x ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ ശേഷിക്കുന്ന ആളുകൾ ആര് മാത്രമാണ്? ഒരു മൈനസ് ഉണ്ട്, മൈനസിനെ ഞാൻ ഇങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഇനി ആരുള്ളത്? 1/t dt ആണുള്ളത് അല്ലേ? ഇനി ആരും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ 1/t dt എന്നുള്ള ആളെ നമുക്ക് ഇനി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമുക്കറിയാം 1/x, ഇൻ്റഗ്രൽ ഓഫ് 1/x എന്താ? log x ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കട്ട് ഈക്വൽ ടു ഇനി ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? പക്ഷെ ഇവിടെ cos square x, അവിടെ ടി മാത്രമല്ല അവിടെ ഉണ്ടാവും, അവിടെ ടി സ്ക്വയർ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി നമുക്കറിയാം സീക്കിൽ നിന്ന് കോസിലേക്ക് എത്താനുള്ള കണക്ഷൻ എന്താണ്? സീക്കിൽ നിന്ന് കോസിലേക്ക് എത്താനുള്ള കണക്ഷൻ 1/cos ആണ്. എന്ത്? സീക്ക് റെസിപ്രോക്കൽ ആണ് അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ 1/cos square x ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ 6 square x-ന് ഇനി എന്ത് കൊടുക്കുക? 1/cos square x എന്ന് കൊടുക്കാം. ഓക്കെ, 1/cos square x-നെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മുകളിൽ വരുമ്പോൾ 1/cos square x ടി സ്ക്വയർ ഇൻറ്റു മൈനസ് cos square x ഡി ടി എന്നുള്ള ഫോമിൽ വരും. ഈ cos square x-ഉം cos square x എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ആര് മാത്രമാണ് അവശേഷിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മൈനസിനെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. 1/t സ്ക്വയർ അവിടെ ഉണ്ട്, ഡി ടി ഉണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ. 1/t സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുന്നൊക്കെ ചെയ്ത പോലെ മൈനസ് അവിടെ ഉണ്ട്. ഈ ടി സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്തു? t⁻² എന്ന് എഴുതി, ഡി ടി എന്ന് എഴുതി. ഇനി നമ്മൾ t⁻²നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2ൻ്റെ കൂടെ 1 കൂടും അല്ലേ? അപ്പം -2 + 1, -2 + 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് t⁻⁻1 ഡിവൈഡഡ് ബൈ -1 പ്ലസ് സി എന്ന് വരും. ഓക്കെ, ടോട്ടൽ മൈനസിൻ്റെ 5-6 കളിയാണ് അല്ലേ? അപ്പോൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള മൈനസ് അവിടെ കട്ടെ, ഡിനോമിനേറ്ററുള്ള മൈനസിനെ അവിടെ കൊടുത്തു. ഈ ടി ഇൻവേഴ്സ് അല്ലെങ്കിൽ t⁻⁻1നെ ഞാൻ താഴേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ 1/t എന്നായി. കൺഫ്യൂഷൻ ആവരുത്. ഒരു ബ്രാക്കറ്റ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്തും? മൈനസിനെ പ്ലസ് ആക്കിയിട്ട് എഴുതും. ഓക്കെ, ചില ആൾക്കാർ മൈനസിൻ്റെ മൈനസ് പ്ലസ് പിന്നെ ഒരു മൈനസ് ആക്കിയിട്ട് എഴുതും. എങ്ങനെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ആളാണ് ആര്? നെഗറ്റീവ്. അപ്പോൾ ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? പ്ലസ് ആയി. അപ്പോൾ 1/t. ടീനെ നമുക്ക് എന്ത് ചെയ്യുക? ടീനെ റീപ്ലേസ് ചെയ്യുക. ടീൻ്റെ നമ്മൾ എന്താ ഫംഗ്ഷൻ എടുത്തത്? 1 - tan x ആണല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ ഫൈനൽ ആൻസർ ആയിട്ട് 1/1 - tan x പ്ലസ് സി എന്നുള്ള അവസാന ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഈസി ആണല്ലോ. സോറി, കട്ട്. നോർമൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഒരു അഡാർ ക്വസ്റ്റ്യൻ
ഇതൊരു ഒന്നൊന്നര ട്രിഗണോമെട്രി അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം ട്രിഗണോമെട്രി പലപ്പോഴും പല ആൾക്കാർക്കും ദേഷ്യം വരാനുള്ള കാരണം എന്താ, എവിടെ എന്താണെന്നറിയില്ല വെറുതെ 2 ആഡ് ചെയ്യും അല്ലേ. ടാനിനെ ചിലപ്പോൾ കാണാം ടാനിനെ 1/cot ആയിട്ട് ചെയ്യുന്നത്, ടാനിന് ചില സമയങ്ങളിൽ sin by cos ആയിട്ട് ചെയ്യും, പല രീതിയിലും ടാനായിട്ടും ചെയ്യും. അപ്പോൾ അത് എങ്ങനെ എവിടെ എന്തൊക്കെ എന്നുള്ളത് ക്വസ്റ്റ്യന് പഠിക്കുക, എന്താണ് ചെയ്യുന്നതെന്ന് പഠിക്കുക. വേറെ അതിന് ട്രിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ട്രിഗണോമെട്രി, അത് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിനോട് എന്ത് ചെയ്യുക, സഹകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകും, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇവിടെ പറയാനില്ല. അപ്പോൾ നമുക്ക് എക്സസൈസ് 7.2-ൽ 32 ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. എന്താണ് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇൻ്റഗ്രൽ 1/1 + cot x dx എന്നുള്ള ഫംഗ്ഷൻ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ആദ്യം ഈ കോട്ടക്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തൊന്ന് കുളിച്ച് കുട്ടപ്പനാക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോട്ടക്സ് എന്നുള്ള ഫംഗ്ഷന് നമുക്കറിയാം ടാൻ എക്സിനെ നമ്മൾ sin by cos എടുക്കും അല്ലേ. അപ്പോൾ കോട്ടക്സിനെ നമുക്ക് എന്തുകൊണ്ട് cos x sin x എന്നെടുത്തോടാ അല്ലേ. അങ്ങനെ എടുക്കുന്നതിന് യാതൊരു വിരോധം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഇൻ്റഗ്രൽ ഈ ഒരു ഫംഗ്ഷനെ മാത്രമായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ അതിനെ മാത്രം ഒന്ന് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എത്തിക്കുകയാണ്, ഈസി ഇൻ്റഗ്രബിൾ ഫോമിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1/1 + cot x = ഇതിനെ ഞാൻ എന്ത് എഴുതി, 1/1 + cos x / sin x എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 1 × sin x എന്നുള്ളത് എന്താവും, sin x + cos x / sin x എന്നായിട്ട് മാറി. റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോൾ sin x നേരെ മുകളിലെത്തും അല്ലേ. അപ്പോൾ sin x / sin x + cos x എന്നായിട്ട് മാറി. ഓക്കെ, ഇനി ട്രിഗണോമെട്രിയുടെ ഒരു സൈക്കോ സ്വഭാവം എന്താണ്, വെറുതെ ഒരു 2 multiplying 2 അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈഡ് ബൈ 2 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെ ഫംഗ്ഷനിൽ ഒരു മാറ്റം വരാനില്ല അല്ലേ. 2 × 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫംഗ്ഷൻ എന്തായി, പഴയ സ്വഭാവത്തിലേക്ക് തന്നെ എത്തി. പക്ഷെ നമുക്കതിനെ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, 2 sin x / 2 in bracket sin x + cos x എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഈ 2 sin x-നെ നമുക്കറിയാം എക്സും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2x ആണ് അല്ലേ. 2x-നെ നമുക്ക് തിരിച്ചു എഴുതാം x + x എന്ന് എഴുതാം. അതുപോലെ തന്നെ 2 sin x-നെ ഞാൻ ഇനി sin x + sin x ഏത് ഫോമിലേക്ക് മാറ്റിയാണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ 2 × sin x + cos x എന്ന ഫോം. ഇനി നമുക്കൊന്ന് ഇൻ്റഗ്രേഷൻ്റെ സിമ്പിൾ കൊടുത്തിട്ട് നമുക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഓക്കെ, ആ രീതിയിലൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഇവിടെ dx വരും അല്ലേ. ഈ ഇൻ്റഗ്രബിൾ ഫംഗ്ഷന് നമ്മളൊരു 1/2 എന്നുള്ള കോൺസ്റ്റൻറ്റിനെ പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും, 1/2 ഇൻ്റഗ്രൽ sin x + sin x / sin x + cos x dx എന്നായി. ഓക്കെ, ഇനി ആ 1/2 അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ഇതിനെ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ന്യൂമറേറ്ററിൽ ഒരു cos x-നെ വെറുതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് വരും. വെറുതെ ഒരാൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ടോട്ടൽ ചേഞ്ച് വരും, ഫംഗ്ഷനിൽ ചേഞ്ച് വരും. അപ്പോൾ ആഡ് ചെയ്യുകയും ചെയ്യാം, മൈനസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിങ് cos x എവിടെ, ഇൻ ന്യൂമറേറ്റർ ന്യൂമറേറ്ററിൽ നമ്മൾ cos x-നെ മാത്രം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക. ആഡ് ചെയ്യും സബ്ട്രാക്റ്റ് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റമൊന്നുമില്ല. ഒരാൾ മാത്രം ഒരു ഫംഗ്ഷൻ ഒരു ഓപ്പറേഷൻ മാത്രം ചെയ്യുമ്പോഴാണ് നമുക്കതിൽ മാറ്റം വരിക. അപ്പോൾ എന്ത് വരും, sin x + sin x ഓൾറെഡി ഉള്ള ആളാണ് അവിടെ, ഒരു പ്ലസ് cos x കൊടുത്തു, ഒരു മൈനസ് cos x കൊടുത്തു. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ
ഇനി ഡിനോമിനേറ്ററിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ, ന്യൂമറേറ്ററിൽ തന്നെ ആ കോസെക്സും അല്ലേ ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളെ പഴയ ആളിലേക്ക് തന്നെ, പഴയ ഫംഗ്ഷനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇനി ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഞാൻ ഇതിനെ ഒന്ന് ഫംഗ്ഷനെ ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോണ്. ശരിക്കും ശ്രദ്ധിച്ചേട്ടോ. 1/2 പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇൻ്റഗ്രൽ സൈൻ എക്സിൻ്റെ കൂടെ ഒരു പ്ലസ് കോസ് എക്സിന് കൊടുത്തു, പ്ലസ് ഒരു സൈൻ എക്സിൻ്റെ കൂടെ മൈനസ് കോസ് എക്സിനും കൊടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ യാതൊരു ചേഞ്ചും ഇല്ല, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് തന്നെ ഡി എക്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഫസ്റ്റത്തെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതി, പ്ലസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇതെന്തിനാ അങ്ങനെയൊക്കെ എഴുതണേ? നമുക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളിത് നമ്മളെ സൗകര്യത്തിനായി ട്രിഗണോമെട്രി ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ എത്തും, എന്തെങ്കിലുമൊക്കെ നമ്മൾ എത്തിച്ചേരും അല്ലേ, നമ്മൾ എത്തിക്കാറുണ്ട് സാധാരണ ട്രിഗണോമെട്രി ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷേ ആൻസർ കറക്റ്റ് ആവില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഫസ്റ്റത്തെ സ്പ്ലിറ്റ് ചെയ്ത ഫസ്റ്റത്തെ ടേം സെയിം അല്ലേ, സൈൻ എക്സ് പ്ലസ് കോസ് എക്സും ഡിനോമിനേറ്ററിലെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സും എന്താ ചെയ്യുക, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് അവിടെ അപ്പം തന്നെ എഴുതി വെക്കുക, ഇൻ്റഗ്രൽ അവിടെ 1 ഉണ്ട്, 0 ഒന്നും ഇടരുത്, ഒന്നും ഇടാതെയും പോകരുത്. ഓക്കെ, ഒന്നും ഇടാതൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. ഇനി സെക്കൻഡ് ടേമിൽ ക്യാൻസൽ ഉണ്ടാവും. ചില ആളുകൾ അവിടെ ക്യാൻസൽ ചെയ്യും, സൈൻ എക്സ് ബൈ സൈൻ എക്സിനെയും ക്യാൻസൽ ചെയ്യും, കോസ് എക്സ് ക്യാൻസൽ ചെയ്ത് 1 അല്ലേ. അവിടെ പ്ലസ് മൈനസ് ഒന്നും ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ വിചാരിച്ച പോലെയുള്ള ക്യാൻസലേഷൻ നടക്കില്ല, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റത്തെ ടേം ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്താ, എൻ്റെ ടേം എന്താണ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ താഴെയുള്ളത് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടേമിനെ എങ്ങനെ തന്നെ എഴുതാം, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി 1നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. പക്ഷെ രണ്ടാമത്തെ ആളെ നമുക്ക് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷന് കൊടുക്കണം. ഓക്കെ, ഇനിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ടേമിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു ടി കൊടുത്തു. രണ്ട് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ് അല്ലേ, സിംപ്ലി കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. നമുക്കിതിനെ ഡി എക്സ് ഈക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് വരും, ഡി ടി ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈക്വൽ ടു 1/2 നമുക്കറിയാം 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അല്ലേ, അവിടെ നിൽക്കട്ടെ. 1 പ്ലസ് 1 അവിടെ 1 നിന്ന് വെച്ചിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇനി സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനെ നമുക്ക് എന്ത് ചെയ്താൽ, സൈൻ എക്സ് മൈനസ് കോസ് എക്സിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനാണ് നമ്മൾ ടി എന്നുള്ള ആളെ കൊടുത്തത്, ഇൻറ്റു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഡി എക്സിന് പകരം നമുക്ക് ആര് കൊടുക്കുക, ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതൊക്കെ തോന്നുമെങ്കിലും പക്ഷെ അവിടെ ഒരു മൈനസിൻ്റെ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഡിനോമിനേറ്ററിന് ഒരു മൈനസിന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്നൊരു പ്രശ്നം ഇവിടെ ഉള്ളൂ. ഒരു മൈനസിന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കോസ് എക്സിന് ഒരു മൈനസ് വരും, രണ്ടാമത്തെ സൈൻ എക്സ് ഓൾറെഡി മൈനസ് ഉള്ളത് എന്താവും, ഒരു പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഇനി ഇപ്പം മുകളിലുള്ള ടേമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, സൈൻ എക്സ് പ്ലസ് ആണ്, താഴെ സൈൻ എക്സ് പ്ലസ് ആണ്, കോസ് എക്സ് മൈനസ് ആണ്, താഴെ കോസ് എക്സ് മൈനസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻറ്റയർ ടേമിനെ, ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് 1 ഉണ്ട് പ്ലസ്
പിന്നെ ആരും കൂടി വരും, ഇൻ്റഗ്രൽ 1നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക. കാരണം എന്താ, നമ്മളവിടെ ഡി എക്സിലാണ് അതിൻ്റെ ചെയ്തിൻ്റെ അല്ലേ. അപ്പോൾ 1/2 കഴിഞ്ഞിട്ട് വലിയൊരു ബ്രാക്കറ്റ് ഇൻ്റഗ്രൽ 1 ഡി എക്സും പ്ലസ് ഇൻ്റഗ്രൽ രണ്ടാമത്തെ ടേം ടിയിലാണ് നമ്മൾ ചെയ്തത് അല്ലേ. അവിടെ ഇനി ആരാളുള്ളത്, ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസിനെ ഞാൻ ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇനി ആര് മാത്രമേ ഉള്ളത്, 1/t dt എന്നുള്ള ടേമും. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ 1 എന്താണ് വരുന്നത്, എക്സ് മാത്രം വരും അല്ലേ, കാരണം ഡി എക്സിലാണല്ലോ. അപ്പോൾ 1/2 ഇൻ ബ്രാക്കറ്റിൽ എക്സ്. ഇനി അവിടെയുള്ള മൈനസ്, ആ ഇൻ്റഗ്രേഷൻ്റെ പുറത്തുകൊണ്ടുവന്ന മൈനസ് ഞാനവിടെ പുറത്ത് വെച്ചു. 1/t dt എന്താ നമുക്കറിയാം, 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ലോഗാണ് അല്ലേ, ലോഗ് ടി. അപ്പോൾ ലോഗ് മോഡുലസ് ഓഫ് ടി എന്ന് വരും. ഫൈനലി ഒരു പ്ലസ് സി കൊടുക്കുക. ഇനി ടീനെ നമുക്ക് തിരിച്ച് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 1/2 ഉണ്ട്, എക്സ് അതുപോലെ തന്നെ എഴുതാം, മൈനസ് ലോഗ് എന്താണ് ടി എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണല്ലോ. അപ്പോൾ അതോടെ കൊടുക്കുക, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്ന് വരും. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരുന്നത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പലപ്പോഴും പല ആളുകൾക്കും മടിയുണ്ടെങ്കിലും ഇതിലുള്ള 1-2 ട്രിക്കുകൾ നമ്മൾ പറഞ്ഞുതരാം. ട്രിക്കുകൾ എന്നല്ല, ട്രിക്കായിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഭാഗം, ഇത് നമുക്ക് ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ട്രിഗണോമെട്രിയിലും അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനിലും ഡിഫറൻസിയേഷനിലൊക്കെ വരാറുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ ഈ എക്സസൈസിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ സിമിലർ ടേം തന്നെയാണ് യൂസ് ചെയ്തത്. എന്ത്, ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിനാണ് കൊടുത്തത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളാ കോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഈ ഒരു ഏരിയ. ഇതൊക്കെ മറ്റ് പല ക്വസ്റ്റ്യൻസിലും നമുക്ക് എന്ത് വരാറുണ്ട്, ഡയറക്റ്റ് ഇതേ ടേമിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാക്സിമം ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇങ്ങനൊരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കോസ് പ്ലസ് ചെയ്യണം, മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ ടു ആയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്ന ഐഡിയാസാണ്. അല്ലാതെ ഇതിനെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കാനോ വേറെ ട്രിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ ആണല്ലോ. ഏതായാലും മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.